നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാൽപ്പുരി. ഇത് മലബാറിൽ ബേക്കറികളിലൊക്കെ കാണുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും എടുത്തിട്ടുണ്ട്. നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാൽപ്പുരി മുഴുവൻ മൈദയിൽ ചെയ്തതാണ്. അതിന്റെ ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദയിൽ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ആട്ട ഉപയോഗിച്ചും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ആട്ടയും മൈദയും കൂടെ 1 കപ്പാണ് ഉള്ളത്. 1 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈരോ മോരോ ചേർക്കാം. ഞാനിപ്പോൾ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം സ്പൂൺ കൊണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ഈ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് കൊണ്ട് നന്നായി അടിച്ചെടുക്കാം. അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലോണം ഒരു 1-2 മിനിറ്റ് അടിച്ചെടുക്കണം. ഇപ്പോ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫുഡ് കളർ ചേർക്കുന്നവരാണെങ്കിൽ ഇത് ചേർക്കാം. ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മാൽപ്പുരിന്റെ കളർ മഞ്ഞാണ് ഉണ്ടാവല്. അത് മൈദ കൊണ്ട് തന്നെ മുഴുവൻ ചെയ്തിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നതാണ്. ഇതിപ്പോ അത്ര കളർ കിട്ടൂല. മാൽപ്പുരിന്റെ മാവ് റെഡിയാണ്. ഈ പാകത്തിന് കട്ടിക്ക് ആക്കിയെടുക്കാം. ഇതിനി ഒരു 1/2 മണിക്കൂർ അടച്ചു മാറ്റി വെക്കാം. ഇപ്പോ മാവ് റെഡിയാക്കി അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി എണ്ണയിൽ പൊരിച്ചെടുക്കണം. അതിന് ഇവിടെ അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് ഒരു തവി കൊണ്ട് കുറച്ച് കോരി ഇതിലേക്ക് ഒഴിക്കാം. ഇതിന്റെ മേളിൽ ലേശം ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കാം. ഇതിപ്പം കുറച്ച് പൊന്തി വരുന്നുണ്ട്. സൈഡ് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ടാൽ മതി. ഇത് അധികം ഇങ്ങനെ പൂരിയൊക്കെ പോലെ നല്ലോണം പൊന്തി വരുന്നതല്ല, കുറച്ച് ഇത്രേ പൊന്തി വരുള്ളൂ. സൈഡ് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിടാം. ഇത് വീണ്ടും തിരിച്ചിടാം. ഇതിപ്പോ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന്റെ കളർ ഇങ്ങനെയാണ്. നടുക്ക് യെല്ലോ കളറും സൈഡ് ബ്രൗണും ആണ്. ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ ഒരു വേറൊരു തവി കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇതിന്റെ എണ്ണ ഇങ്ങനെ ഊറ്റിക്കളയാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മാൽപ്പുരി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാൽപ്പുരി റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.